രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ എളുപ്പമല്ല. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശനും ആൻറ്റോ ആൻ്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്? UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? അതും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് ഭക്തരെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM തിരിച്ചടി ചിത്രങ്ങൾ ആയുധമാക്കിയാണ് പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ. നേരത്തെ സൈബർ സ്പേസിൽ പ്രചരണമായെങ്കിലും മന്ത്രി വി ശിവൻകുട്ടി അടക്കം അത് പറഞ്ഞതാണെങ്കിലും മുഖ്യമന്ത്രി തന്നെ എടുത്തു പറയുമ്പോൾ അത് തീരുമാനിച്ചുറപ്പിച്ച ഡിഫൻസാണ്. ഏറ്റവും ഒടുവിൽ കേട്ടത് ഡി മണിയെ പറ്റിയാണ്. ഒരു വണ്ടി നിറയെ പണം തലസ്ഥാനത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉന്നതന് കൈമാറിയെന്നും 4 പഞ്ചലോക വിഗ്രഹങ്ങളടക്കം രാജ്യം വിട്ടുപോയെന്നൊക്കെയാണ് കേൾവി. അങ്ങനെ ഇപ്പോഴും പൂർണ്ണമാവാത്ത അതിമാരകമായ സംശയങ്ങളുള്ള, കേരളം ഇതുവരെ കേൾക്കാത്തൊരു ക്ഷേത്രക്കൊള്ളയിൽ CPM ഒരു ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കുമ്പോൾ ചിത്രമുയർത്തിയ പ്രതിരോധം എഫക്റ്റീവാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അടൂർ കെ അനിൽകുമാർ, ശ്രീ റുജിൽ മാക്കുറ്റി, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ശ്രീ അനിൽകുമാർ, ശരിയാണ്, ഈ സോണിയാഗാന്ധിയിലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന കള്ളന്മാർക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്? എന്താണ് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം എന്ന ചോദ്യമൊക്കെ അത് പ്രസക്തമാണ്. ഉറപ്പായും കോൺഗ്രസ്സുകാർ അതിന് മറുപടി പറയുകയും വേണം. പക്ഷേ ആ ചിത്രമുയർത്തി രാഷ്ട്രീയ ഡിഫൻസ് തീർക്കുന്നതിനേക്കാൾ എളുപ്പം ആ മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കണ്ട, സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംശയനിഴലിൽ നിൽക്കുന്ന ആരെയും ഈ പാർട്ടി സംരക്ഷിക്കില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകലാവില്ലേ? വളരെ എഫക്റ്റീവായ പൊളിറ്റിക്കൽ ഡിഫൻസ്. ശ്രീ കെ അനിൽകുമാർ. ഞങ്ങളുടേതായ നിലയ്ക്കാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഡിഫൻസിൻ്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഡിഫൻസിലല്ല. 10 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് നടുവ് നിവർത്തുകുന്ന്, തലയുയർത്തുകുന്ന് ഈ സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഒരു പത്രസമ്മേളനം നടത്തിയത്. ഞാൻ ആ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഭാഗം ആദ്യം ഓർക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കം എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഫയലിൽ എവിടെങ്കിലും RSSനെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ പത്രസമ്മേളനം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. നാളത്തെ ക്രിസ്തുമസിൻ്റെ സന്തോഷം, അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാകുമ്പോഴേ വാഴ്ത്തിപ്പാടാൻ കഴിയൂ എന്ന് പറയുന്ന ബൈബിൾ വചനം ഏറ്റു പറയുന്നൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിനുണ്ടായി. RSSനെ നേരിട്ട് ആക്രമിക്കുന്നൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായി. കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തെ ചൂണ്ടിക്കാണിക്കുന്നൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായി. തലകുനിക്കേണ്ടതില്ല ഈ മുഖ്യമന്ത്രിക്ക്. 10 കൊല്ലമായി കേരളം ഭരിക്കുന്നു. ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിലും ഒരു മോദിക്കും മുമ്പിലും ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും തെറ്റുകാരനായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഡിഫൻസിൻ്റെ പ്രശ്നം? ഞങ്ങൾ ഒഫൻസിൽ തന്നെയാണ്. അതുകൊണ്ട് ഡിഫൻസ് എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ശബരിമലയുടെ കാര്യത്തിൽ ഒഫൻസിൽ തന്നെയാണ്. എന്താണ് ഇപ്പോഴത്തെ തർക്ക വിഷയം? കോടതി കിടക്കുന്ന കേസ്, ആ കേസ് ഹൈക്കോടതി കൈകാര്യം ചെയ്യുകയാണ്. ആ കേസിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആരാണ്? കോൺഗ്രസ്സാണ്. എന്താണ് കുത്തിത്തിരിപ്പ്? കുത്തിത്തിരിപ്പെന്ന് പറയുന്നത് ശബരിമലയിൽ ഇപ്പോൾ കേസിൽ കള്ളന്മാരെന്ന നിലയ്ക്ക് കണ്ടുപിടിക്കപ്പെട്ട ഭണ്ഡാരിയും ഗോവർദ്ധനും പോറ്റിയും ഇവർ സ്വർണം ഊറ്റി, അയ്യപ്പൻ്റെ സ്വർണം ഊറ്റി അത് ഗോവർദ്ധൻ സമ്മതിച്ചു. ഇത് അവിടെ ഊറ്റിയ സ്വർണ്ണമാണിത്, ഞാൻ കുറേ പൈസയൊക്കെ കൊടുത്തുള്ള അയാളുടെ ഡിഫൻസ് ഇവിടെയുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ സമ്മതിക്കുന്നുണ്ടോ? SITയുടെ ഈ കണ്ടെത്തൽ, ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത് കോൺഗ്രസ്സുകാർ സമ്മതിക്കുന്നുണ്ടോ? എന്താ കോൺഗ്രസിൻ്റെ വാദം? ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ കേരളത്തിലെ SIT കണ്ടുപിടിച്ചതല്ല. അത് രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന് ആ ദ്വാരപാലക ശില്പങ്ങൾ
കടകംപള്ളി സുരേന്ദ്രൻ വിറ്റിരിക്കുന്നു. അതല്ലേ വി ഡി സതീശൻ്റെയും ചെന്നിത്തലയുടെയും തർക്കം? ആദ്യം നമുക്കൊരു തീരുമാനം എടുക്കണം. ശബരിമല അയ്യപ്പൻ്റെ മുതൽ കട്ടതിനെക്കുറിച്ച് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നു കേരളത്തിലെ ഹൈക്കോടതി, SIT. ഞങ്ങൾ അന്വേഷണത്തോടൊപ്പമാണ്. കോൺഗ്രസ് അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? ആരാണ് അയ്യപ്പനോടൊപ്പം? ആരാണ് ആരാണ് കള്ളന്മാർക്കെതിരെ? ശരി, നമ്മൾ ഈ പോയ ദിവസങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രി തന്നെ ആ ചിത്രം, അത് 2019, അതായത് ഈ മാരകമായ ക്ഷേത്രക്കൊള്ള ഉണ്ടായ 2019 ശേഷമുള്ള ചിത്രമല്ല, അതിന് മുമ്പുള്ള ചിത്രമാണ്. അങ്ങനെ പല ചിത്രങ്ങൾ, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമുണ്ട്, കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള ചിത്രമുണ്ട്. ആ ചിത്രങ്ങൾ ഇതൊക്കെ അവിടെ നിലനിൽക്കുക. ഇപ്പം നേരത്തെ മോൺസൺ മാവുങ്കലിൻ്റെ കാര്യത്തിലും ഇത്തരം ചിത്രങ്ങൾക്ക് നമ്മൾ ഒരുപാട് കണ്ടതാണല്ലോ ശ്രീ കെ അനിൽകുമാർ. ആ ചിത്രങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുന്നതിന് പകരം ഈ മാരകമായ കൊള്ളയിൽ അകത്ത് നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കണ്ട, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കള്ളക്കൂട്ടത്തിൽ സംശയമേശിയവർക്കൊപ്പം പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പൊളിറ്റിക്കൽ പ്രതിരോധമല്ലേ ഫലപ്രദം ശ്രീ കെ അനിൽകുമാർ ഈ ചിത്രം ഉയർത്തുന്നതിനേക്കാൾ? അതെ അതെ, ഞങ്ങൾ ഈ 10 കൊല്ലമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ പ്രതിരോധത്തിലാണോ? AI ക്യാമറ ഞങ്ങൾ പ്രതിരോധത്തിലാണോ? ഫോണിൽ പ്രതിരോധത്തിലാണോ? മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? ഡോളർ കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? കമല ഇൻ്റർനാഷണൽ മുതൽ എത്രത്തോളം ഞങ്ങളുടെ നേരെ കെട്ടിവെക്കുന്നു? ഞങ്ങളൊന്നിലും പ്രതിരോധത്തിലല്ല. ഇപ്പോൾ ആ ഇലക്ഷൻ്റെ കഴിഞ്ഞ് വന്നപ്പോൾ സംഭാവനയുടെ കണക്ക് കിട്ടിയില്ലേ? ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ 1.5 കൊല്ലം പുറത്താക്കാൻ തയ്യാറുണ്ടോ ശ്രീ കെ അനിൽകുമാർ? എത്ര കൂടിയാ വിഴുങ്ങിയത്? കോൺഗ്രസ് ഈ മാരകമായ ക്ഷേത്രക്കുള്ളിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? താങ്കൾ കമല ഇന്റർനാഷണലിലേക്ക് പോവാണ്, അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. അത് പറയട്ടെ, പ്രതിരോധം. ഞാൻ അതിലേക്ക് പറയട്ടെ. പറയൂ. ഞങ്ങൾക്ക് ഡിഫൻസിന്റെ പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഒഫൻസിലാണ്. ഞങ്ങളുടെ ഒഫൻസ് എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലക്കാലമായി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലകുലിക്കേണ്ട, കേരളത്തിലെ CPM-ഓ ഇടതുപക്ഷമോ മന്ത്രിസഭയോ മന്ത്രിമാരോ തലകുലിക്കേണ്ട ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ കോടിക്കണക്കിന് വിശ്വാസികളെ മുറിവേൽപ്പിച്ച കൊള്ളയിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പേരിന് നടപടി സ്വീകരിക്കാൻ CPM തയ്യാറുണ്ടോ ശ്രീ കെ അനിൽകുമാർ? പേര് നടപടി, വിശ്വാസികളെ ബോധ്യപ്പെടുത്താനെങ്കിൽ പേര് നടപടി തയ്യാറുണ്ടോ? അങ്ങനെ പെട്ടെന്ന് പറയാവുന്നല്ലേ? അല്ല, ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം എന്താണോ അതുണ്ടാവും. കോടതിയുടെ ബോധ്യം എന്താ പ്രശ്നം? ഇന്ന് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ പറയട്ടെ, ഇന്നത്തെ വിഷയം എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ചിത്രത്തിലേക്ക് പോയത്? ഇതാണ് ചോദ്യം. ഉത്തരം എന്താണ്? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നം കോടതിയിലാണ്. നമ്മൾ ആര് വിചാരിച്ചാൽ ഇത് തീർപ്പാവില്ല. ആരെങ്കിലും കള്ളനാകാൻ തീരുമാനിച്ചാൽ, അല്ലെ കള്ളനാക്കാൻ തീരുമാനിച്ചാലും നടക്കില്ല. കള്ളനല്ലെങ്കിൽ ഒഴിവാകുകയില്ല. കൃത്യമായ അന്വേഷണം ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ശബരിമലയിൽ ഈ പോറ്റി ആരാണ് കൊണ്ടുവന്നത്? അത് രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് ഞങ്ങൾ കുറച്ച് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായും ആ രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരം പറഞ്ഞു. എന്താണ് രാഷ്ട്രീയ പ്രശ്നം? ശബരിമലയുടെ പ്രതിനിധികളായി, അയ്യപ്പൻ്റെ പ്രതിനിധികളായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ, ആൻ്റണി, ശബരിമലയുടെ അവിടുത്തെ MP, ശബരിമല ഇരുന്നിടത്തെ MLA, ഇവരെന്തിനാണ് ഈ പോറ്റിയും ഗോവർദ്ധനും അവിടെ പോയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കോൺഗ്രസ്സുകാർ പറയട്ടെ. 2, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയതിന് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും നടപടി MP-മാർക്കെതിരെ എടുക്കുമോ? അടൂർ പ്രകാശിനെ ഇപ്പോൾ UDF-ൻ്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റുമോ? കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമല അയ്യപ്പ പൂജ ചെയ്ത് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കുക, പല കോടതികളിൽ പോയി ജാമ്യമില്ലാതെ തള്ളിത്തള്ളി പോവാണ്, കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന് SIT പറയുകയാണ്. അദ്ദേഹത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചോണ്ട് നിങ്ങൾ ചോദിക്കുകയാണ് പോറ്റിയെ പോയി കണ്ട ഈ പറഞ്ഞ അടൂർ പ്രകാശിനെ പുറത്താക്കുമെന്ന്. എന്തൊരു വാദമാണ് ശ്രീ കെ അനിൽകുമാർ? അങ്ങക്ക് ബോധ്യം ഉണ്ടാവുന്നുണ്ടോ അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം? എന്തൊരു വിഡ്ഢിയാണ്. അതെ, ഞാൻ ചോദിക്കാത്തത് കാരണം അങ്ങ് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ്. ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ചോദിക്കാത്തത്. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കാത്തതിന് കാരണം ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാത്തത്. അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുക, ഇപ്പോഴും നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. ഇപ്പോഴും അങ്ങനെ ചേർത്ത് ബാരക്കിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പോയി കണ്ട സോണിയാഗാന്ധി പുറത്താക്കുമെന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് ശ്രീ കെ അനിൽകുമാർ? അതെ, നിങ്ങൾ സ്വയം പറയുന്ന വിഡ്ഢിത്തരം ഒന്ന് മനസ്സിലാക്കൂ. ഒന്ന്, ഞങ്ങൾ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാട് ഞങ്ങൾ എടുക്കും. അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്.
അതിനെക്കുറിച്ച് നിങ്ങളൊരു കളവ് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചാഞ്ചല്യം ഇല്ലാതെയാണ് ഞാൻ തലകുനിച്ചിരിക്കുന്നത്. നടപടി എടുക്കുന്ന ധൈര്യമുണ്ടോ ഒരു കാര്യം ചെയ്യും. CPM സംസ്ഥാന സമിതി അംഗമായ ശ്രീ കെ അനിൽകുമാറിന് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ഒരു കാര്യം ഞാനിപ്പോൾ പറയുകയാണ്. നിങ്ങൾ ഈ ചാനൽ ചർച്ചയെ കളവ് പറഞ്ഞ ഒരാളാണ്. എന്താ നിങ്ങൾ കളവ് പറഞ്ഞത്? ഒരു കളവ് പറഞ്ഞിട്ടില്ല. പോട്ടെ. പത്മകുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ പറഞ്ഞു. എന്നിട്ട് എന്താ ഇന്ന് വരെ നടപടിയില്ലാത്തത്? നിങ്ങൾ ആദ്യം പറഞ്ഞ കളവായിരുന്നു. അങ്ങേക്ക് ധൈര്യമുണ്ടോ കാരണം മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ സംശയത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ മുൻ MLA നടപടിയെടുക്കും എന്ന് പറയുന്ന ധൈര്യം അങ്ങേക്കുണ്ടോ? അങ്ങയുടെ പാർട്ടിക്കുണ്ടോ? അങ്ങനെ ധൈര്യം ഇല്ലാതെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഭയക്കുന്നത് നിങ്ങൾ? കൃത്യമായിട്ട് പറയാം. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? എന്റെ ധൈര്യം ഞാൻ കൃത്യം പറയാം. നിങ്ങൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ കോൺഗ്രസിനെ വേണ്ടി ഇങ്ങനെ നാണം കെട്ട വക്കാലത്തുമായിട്ട് വരരുത് കേട്ടാ. ഒരു കാര്യം പറയാം, ഭയമോ ഞങ്ങൾക്കാ ആരെങ്കിലുമോ? നിങ്ങൾ എന്തുദ്ദേശിച്ചിരിക്കുന്നു? ഹാഷ്മി എന്തുദ്ദേശിച്ചിരിക്കുന്നു? അതെന്റെ ചോദ്യം. ഭയമാ? 10 കൊല്ലം ഭരിച്ചിട്ടാ പത്മകുമാറിനെതിരെ നടപടി എടുക്കും എന്ന് പറയാൻ നിങ്ങളുടെ നാവിന് വിലങ്ങിടുന്ന എന്താണ് ശ്രീ കെ അനിൽകുമാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ലോജിക്കിന് മനസ്സിലാവുന്നില്ല. അതെ, ഞാൻ അതിന് ഉത്തരം പറയും. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് പറയാം. ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം, ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എന്താണ്? ഹാഷ്മി തന്നെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടി പറഞ്ഞു. പോറ്റിയെ പോയി കണ്ട ഒരു ചെറിയ കുറ്റമേ അടൂർ പ്രകാശ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഈ ചർച്ച പറഞ്ഞു അല്ല. ശബരിമലയുടെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമായി അവിടുത്തെ MPയും MLAയും ചേർന്ന് 2 തവണ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ശബരിമലയുടെ അംബാസിഡർമാരാക്കി 2 ആളുകളെ അവിടെ നിയമിച്ച പോലെ അവരെ കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പൂജയടക്കം നടത്തിയെന്ന വസ്തുത പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കയ്യിൽ ചരട് കെട്ടുന്നതോ അവിടുത്തെ എന്തെങ്കിലും കെട്ടുന്നതോ നമ്മൾ കണ്ടിരിക്കുന്നു. ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉത്തരം പറയേണ്ടതില്ല എന്നാണ് നിങ്ങൾ പറയണത്. ആദ്യം അത് പറയട്ടെ. റിജിൽ അല്ല പറയേണ്ടത്. ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലല്ല, നിങ്ങൾക്ക് ഭയമാണോ? എന്റെ ചോദ്യം, ഹാഷ്മിക്ക് ഭയമാണോ? അടൂർ പ്രകാശിന്റെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ആന്റോ ആന്റണിയുടെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് ഭയമാണോ? എന്തിനാ ഭയം? നിങ്ങൾക്ക് പേടിയാണോ? പ്രകാശിനെ പേടിയാണോ? നിങ്ങൾക്ക് പേടിയാണോ? കെ അനിൽകുമാർ പത്മകുമാറിനെ എതിരെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങേക്ക് പറയാൻ ധൈര്യമില്ലാത്തത് അങ്ങയുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. എനിക്ക് ആ ബാഗേജ് ഇല്ല. കെ അനിൽകുമാർ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയാൻ അനിൽകുമാറിനെ വിലക്കുന്നത് അങ്ങ് CPM-ന്റെ പ്രതിനിധി ആയതുകൊണ്ടാണ്. അടൂർ പ്രകാശിനെ വിളിക്കുമെന്നും ചോദിക്കുമെന്നും പറയാൻ എനിക്ക് ഭയമില്ലാത്തത് കാരണം എനിക്ക് ബാഗേജ് ഇല്ല. മാധ്യമപ്രവർത്തകരെ അപ്പൊ ഒരു കാര്യം പറയാം. ഒരു MPയെ വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാൾ ചർച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ UDF ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നത്. വേറെ പണി നോക്ക്. കെ അനിൽകുമാർ ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റി ചോദിക്കുന്നത്. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം, നിങ്ങളുടെ ജില്ലാ നേതാവ് അല്ലേ? കൃത്യമായിട്ട് ഉത്തരം പറയാം. അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവും ഇല്ലാത്ത അനിൽകുമാർ എന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നോ? എന്ത് അപഹാസ്യമാണ് കെ അനിൽകുമാർ? ശരി, ഒരു കാര്യം. ഒന്ന്, CPM-ന്റെ ഭരണഘടന അനുസരിച്ച് CPM-ന് നടപടിയെടുക്കാൻ അറിയാം. അത് ഏതെങ്കിലും ചാനൽ ചർച്ച വരുന്ന അവതാരകന്റെ ഔദാര്യത്തിലല്ല. ഞങ്ങളുടെ ബോധ്യത്തിലാണ് നടപടിയെടുക്കുന്നത്. ഞങ്ങളുടെ ബോധ്യം എവിടെ നിന്നുണ്ടാകുന്നു? ഞങ്ങൾക്ക് വസ്തുതകൾ വരണം. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ SIT നടത്തുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങളില്ല, കുറ്റപത്രം ലഭ്യമല്ല. ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ നടപടിയെടുക്കുന്ന രീതി പാർട്ടിക്കില്ല. ഇതാണ് CPIM. കാശ്മീരിലൂടെ പറയട്ടെ. ഇതാണ് CPIM. അത് കാശ്മീരിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സൗജന്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ചൊണയുണ്ടെങ്കിൽ, ചൊണ എന്ന് പറഞ്ഞ സാധനം കാശ്മീരിക്കുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ടോ ആന്റോ ആന്റണിയെ കൊണ്ടോ പ്രതികരിപ്പിക്കാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഭീരുവല്ലെങ്കിൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ഞാൻ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചൊണയുണ്ടെ കൊണ്ടുപോവാ, ചൊണയുണ്ടെ അടൂർ പ്രകാശിനെ കൊണ്ടുപോവാ. നടപടിയില്ലാത്ത എന്താ എന്ന ചോദ്യത്തിന് അങ്ങ് എത്ര ചൊടിച്ചാലും മാധ്യമ പ്രവർത്തകരെ നടപടിയില്ലാത്ത എന്താ എന്ന ചോദ്യത്തിന് അങ്ങ് എത്ര ചൊടിച്ചാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാണുമ്പോൾ അത് കേൾക്കാം, ഇത് കേൾക്കാം. ക്ഷേത്രക്കൊള്ളയുടെ കോൺസ്പിറേറ്റർ ഒരാൾ എന്ന് SIT കണ്ടെത്തി അകത്തിട്ടേക്കുന്ന, കോടതികളിൽ പലയാവർത്തി ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു നേതാവിനെതിരെ നടപടിയില്ലാത്തത് എന്താ എന്ന ചോദ്യത്തിന് അങ്ങ് തിരിച്ചു ചൊടിക്കുന്നതിന്റെ കാരണം കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. നമ്മളല്ലല്ലോ പ്രേക്ഷകർ. ഒരു കാര്യം മനസ്സിലാക്കിയോ?
പ്രേക്ഷകരെ ഒന്ന് നിങ്ങൾ വഴി മനസ്സിലാക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടിയാണ്. തെറ്റു ചെയ്ത് ആരുടെ പേരിൽ നടപടിയെടുക്കാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ്. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ വസ്തുതകളില്ല. വസ്തുതകൾ വരട്ടെ. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിന്റെ ഭാഗമായി നടപടികൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി നിലപാട്. ഇത് വ്യക്തമാക്കിയതാണ്. ഞാൻ കോൺഗ്രസിന്റെ 2 എംപിമാർ കേട്ടിട്ടേ ചോദിക്കാൻ ധൈര്യമില്ലാതെ അവർ പറയുന്ന എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ നേരെ വരരുത്. അതാണ് ഞാൻ പറയുന്നത്. കുറ്റപത്രമൊക്കെ വന്നോട്ടെ. രാഷ്ട്രീയ ചോദ്യത്തിന് ഉത്തരം കുറ്റക്കാരാണ്. സോണിയാഗാന്ധി പോയി കണ്ടത് പിഴവാണ്. നിങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്ക് പത്മകുമാറിന്റെ കാര്യത്തിൽ വാസുവിന്റെ കാര്യത്തിൽ മാത്രം ബോധ്യമില്ല. അല്ല, അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ചോദ്യമല്ല. പോറ്റിയും ഗോവർദ്ധനും കുറ്റക്കാരാണോ അനിൽകുമാർ? പത്മകുമാറിന്റെ വിഷയത്തിനകത്ത് പോറ്റിയും ഗോവർദ്ധനും കുറ്റക്കാരാണോ അനിൽകുമാർ? ഒറ്റ വാക്കുത്തരം പറയാം. ഒന്ന്, ഗോവർദ്ധൻ പറയുന്നു ശബരിമലയിലെ സ്വർണം, ശില്പപാളുകൾ സ്വർണം ഊറ്റി, ഭണ്ഡാരി ഊറ്റിയ സ്വർണം എനിക്ക് കിട്ടിയ സ്വർണം എൻ്റെ കടയിൽ വെച്ചു, ഞാൻ ഇതിന് പണം കൊടുത്തു, കുറേ മാളികപ്പുറത്തൊരു മാല കൊണ്ട് കൊടുത്തു, കുറച്ച് ദേവസ്വം ബോർഡ് കൊണ്ട് അടച്ചു. ഇത് പോറ്റിയുടെ ജാമ്യാപേക്ഷയാണ്. ഇതിനർത്ഥം എന്താണ്? ഗോവർദ്ധൻ എന്ന് പറയുന്നയാള് സ്വയം സമ്മതിച്ചു കുറ്റവാളിയാണ്. കുറ്റവാളിയാണെന്നൊരാൾ സംഭവിച്ചപ്പോൾ എനിക്ക് ബോധ്യക്കുറവ് വേണോ? ആ കുറ്റവാളി അടക്കമുള്ള ആളുകളെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റി എംപിമാരോട് ചോദിക്കുക. നിങ്ങൾക്ക് പത്മകുമാറിന്റെ കാര്യത്തിൽ CPM ഒരു കാര്യം കാശ്മീർ മനസ്സിലാക്കുകയാണ്. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുക എന്നോട് വെച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി വിടുപണി ഇറക്കാൻ ഇങ്ങനെ ദാസ്യവേല നടത്താൻ ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ പറയണ കേൾപ്പിക്കാതിരിക്കാനുള്ള പണിയാണോ? ഈ സ്വർണം കട്ടെന്നാണോ ഇല്ലെന്നാണോ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നത്? ദാസ്യവേല നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇനി കുറ്റപത്രം വേണോ? ഗോവർദ്ധൻ എന്താ കോടതി നടപടിയെടുക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ദാസ്യവേല, മറ്റേ വേല, മറിച്ച വേല തുടങ്ങിയ എന്താണ് തരംതാണ പ്രയോഗം നടത്തി എന്ത് കാര്യം? ദാസ്യവേലയാണ്. ഗോവർദ്ധൻ നിരപരാധിയാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ കൂടിയാണ് കാശ്മീർ. ആര് പറയുന്നത്? ഗോവർദ്ധൻ നിരപരാധി എന്ന് വാദിക്കുന്ന ചെന്നിത്തലയുടെയും സതീശന്റെയും കൂടിയാണ് കാശ്മീർ. ഞാൻ പറയുന്നത് ഗോവർദ്ധന്റെ കുറ്റം എന്താ? എന്താണ് വളരെ വാലിഡായ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മാരകമായ നാട് ഞെട്ടിയ ഇതുവരെ കാണാത്ത ഒരു ക്ഷേത്രക്കൊള്ളയിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കാത്ത എന്താ എന്ന ചോദ്യത്തിന് ദാസ്യവേല എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. ഞാൻ അതിന്റെ പ്രേക്ഷകർക്ക് വിടുന്നു, വിട്ടേക്ക്. അറപ്പുളവാക്കുന്ന ദാസ്യവേലയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്ത് തരം താഴ്ന്ന വർത്താനം പറഞ്ഞാലും, എന്ത് നിലവാരം കുറഞ്ഞ വാക്കുകൾ പറഞ്ഞാലും, ജയിലിൽ കിടക്കുന്ന അങ്ങയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കാത്തതിന് ധൈര്യമില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയല്ല. ഉദ്ദേശിക്കുന്നില്ല കാശ്മീർ തലകുനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അറപ്പെന്നോ വെറുപ്പെന്നോ ദാസ്യവേലയെന്നോ എന്ത് പറഞ്ഞാലും ജയിലിൽ കിടക്കുന്ന അങ്ങയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ധൈര്യമില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ ഈ പറയുന്ന വാക്കൊന്നും പ്രതിരോധമേ അല്ല. ശ്രീകുമാർ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പ്രതിരോധിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അല്ലല്ല, എന്റെ പാർട്ടിയുടെ ബോധ്യം സംഘടനാപരമായി ഞങ്ങളുടെ പാർട്ടിക്ക് ഒരാളുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വിവരങ്ങൾ വേണം. പാർട്ടിക്ക് ബോധ്യപ്പെടണം. എന്താണ് കുറ്റം? എന്താണ് അയാൾ കുറ്റം? പറയട്ടെ. അല്ലല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. പറയട്ടെ. ആ കുറ്റം എന്താണെന്ന് പാർട്ടിക്ക് ബോധ്യമാകുന്ന വിവരം ഞങ്ങൾക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ സംഘടനാപരമായ നടപടി എടുക്കുമെന്നാണ് പാർട്ടി തീരുമാനം. അങ്ങനെ CPM ബോധ്യപ്പെടുന്ന വിവരങ്ങൾ കിട്ടുമ്പോൾ അതുകൊണ്ട് പറയട്ടെ. തീർന്നില്ല. അപ്പൊ എന്താണ് കുഴപ്പം? നിങ്ങൾ ആരെ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു? നിങ്ങൾ കോൺഗ്രസ്സുകാരനെ. എന്താണ് നിങ്ങളുടെ ന്യായം? സോണിയാഗാന്ധിയുടെ അടുത്ത് എംപിമാരെ കൊണ്ടുപോയത് കുഴപ്പമില്ല കേട്ടോ. എംപിമാര് കള്ളന്മാരുമായിട്ട് പോയത് കുഴപ്പമില്ല കേട്ടോ. സമീകരിക്കാൻ വേണോ? ഞങ്ങൾ നടപടിയെടുക്കാം. എങ്ങനെയാണ് നടപടിയെടുക്കുക? ഈ പറയുന്ന രീതിയിൽ ശരി, മാക്കൂരി നടപടിയെടുക്കാം. എങ്ങനെയാണ് നടപടിയെടുക്കുക? അത് CPM ബോധ്യമാവുന്ന തരത്തിൽ ഈ പറഞ്ഞ വിവരങ്ങൾ വരണം. ഇപ്പൊ കുഞ്ഞനന്തന്റെ കാര്യത്തിൽ എന്താണ് കോടതി കണ്ടെത്തിയതാണ്, പക്ഷേ അത് CPM ബോധ്യമായില്ല. അത് CPM ബോധ്യമാണ്. ബോധ്യം വരേണ്ട നടപടി ഉണ്ടാവട്ടെ. പക്ഷേ ഈ പറയുന്ന മാരായ കൊള്ളക്കാർ, കള്ളന്മാർ എങ്ങനെയാണ് ഡൽഹിയിലേക്ക് പോകുന്നതും ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകുന്നതും സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ നൂല് കിട്ടുന്നതും സമ്മാനം കൊടുക്കുന്നതും എങ്ങനെയാണ്, ആക്സസ് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യവും അവിടെ പ്രസക്തമാണ്. അത് രാഷ്ട്രീയ പ്രതിരോധമായി ഉയർത്തുന്നത് മണ്ടത്തരമാണെങ്കിലും ആ ചോദ്യം പ്രസക്തമാണ്. മാക്കുറ്റി,
യഥാർത്ഥത്തിൽ പിന്നെ ആരാണ് കള്ളന്മാരെന്നും ആരാണ് സ്വർണം കട്ടതെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ 20 മിനിറ്റായി ഇദ്ദേഹം സംസാരിക്കുന്നത്. ഒന്ന് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാതിരിക്കാൻ പറയൂ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യും. ഈ ചർച്ച തുടങ്ങി 20 മിനിറ്റായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രതികരണം തെറ്റാണ്. അല്ലല്ല, ഹാഷ്മി കാണിക്കുന്ന തെറ്റാണ്. ശരി, താങ്കൾ ദാസ്യവേല എന്താണ്ട് അറപ്പ് വെറുപ്പെന്നൊക്കെ വൃത്തികെട്ട വാക്ക് താങ്കൾക്ക് പറയാം. കണ്ടെത്തണമെന്ന വാക്ക് എനിക്ക് പറയാൻ പാടില്ല. അനിൽകുമാർ കൈവച്ചാൽ മതി. അനിൽകുമാർ ചർച്ച കുളവാക്കല്ലേ. എനിക്ക് പറയാൻ പറ്റുന്നില്ല. അനിൽകുമാർ അങ്ങ് ചർച്ച കുളവാക്കല്ലേ. റിജിൽ മാക്കുറ്റി പറയൂ. അതെ, അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറയൂ. അല്ല, താങ്കൾ തന്നെ പറയാം. മൈക്ക് മ്യൂട്ട് നിങ്ങൾ തന്നെ 20 മിനിറ്റായി അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ആഷ്മി 20 മിനിറ്റായി അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലല്ല, എനിക്ക് പറയുന്നത് തടസ്സപ്പെടുത്തുന്നതാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം പ്രവോക്കണം. കാരണം എന്താണ്, അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്ത ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചോദ്യം? ക്ഷേത്രക്കൊള്ളയിൽപ്പെട്ട അവരുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കാത്ത എന്താ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം അതൊക്കെ പറയാൻ ബാധ്യസ്ഥനാണ്. വിട്ടേക്കൂ. മകുറ്റി പറയൂ. മകുറ്റി പറയൂ. അല്ല സംസാരിക്കുമ്പോ അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിച്ചു. കിളി പോയിരിക്കുകയാണ് അയാൾക്ക്. പ്രവോക്കടാവല്ലേ? ഞാൻ ചിരിക്കുക. അങ്ങ് പ്രവോക്കടാവുന്നേ. മകുരി പറയൂ. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിട്ട് CPM-നെ വിധിക്കാനോ? ഞാൻ പറയാം. ഞങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മണ്ടത്തരം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങ് എന്താ പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞ മണ്ടത്തരം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. റേഡിയോ തുറന്നു വെച്ചതുപോലെ അയാൾ ഇങ്ങനെ പറയാണ്. ദയവേത് അലമ്പാക്കല്ലേ പ്ലീസ്. ദയവേത് അലമ്പാക്കല്ലേ പ്ലീസ്. ചർച്ച കൊളാക്കുന്നതിന് വേണ്ടി 20 മിനിറ്റായി ഒരാൾ സംസാരിക്കുന്നു. വന്നിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് അങ്ങ് പറയുന്നത്? അങ്ങ് CPM പോലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന സമിതി എന്താണ് അങ്ങ് പറയുന്നത്? ദാസ്യവേല, ഈ പറയുന്ന അറപ്പ് വെറുപ്പ് തുടങ്ങിയ ഈ എന്താണ് ഈ സാധാരണ ഫേസ്ബുക്കിൽ പോലും ആളുകൾ ഇപ്പോൾ പറയാൻ മടിക്കുന്ന വാക്കുകൾ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വാക്കുറ്റി പറയൂ പ്ലീസ്. ശ്രീ ആഷ്മി, ഒന്ന് തടസ്സപ്പെടുത്താതിരിക്കും എങ്കിലും മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അയാൾ മാത്രം സംസാരിക്കട്ടെ, ഞാൻ ചർച്ചയിൽ നിന്ന് ഒഴിവാവാം. അതാണ് നല്ലത്. ഞാൻ പറയാം. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നും ആരാണ് ജയിലിൽ കിടക്കുന്നതും ഒക്കെ അറിയാം. അതിന് എന്ത് ന്യായീകരിച്ചു കഴിഞ്ഞാലും അതിനകത്ത് വിശ്വസിക്കുന്ന ആളുകളല്ല ഈ നാട്ടിലെ ജനങ്ങളെന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ ആണ് പ്രശ്നമെങ്കിൽ പിണറായി വിജയൻ്റെ കൂടെയാണല്ലോ ഈ പോറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് പിണറായി വിജയനല്ലേ ഈ കേസിൽ ഒന്നാം പ്രതിയാവേണ്ടത്. അതോടൊപ്പം തന്നെ ശബരിമല ചുമതലയുള്ള ADGP ആയിട്ടുള്ള ശ്രീജിത്ത് അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നു. അതോടൊപ്പം കടകംപള്ളി സുരേന്ദ്രനുമായി ഇദ്ദേഹം ഒന്നിച്ചിരുന്നുകൊണ്ട് സംസാരിക്കുന്നത് കാണുന്നില്ല. ഈ ഫോട്ടോ കാണുന്നില്ലേ? ഈ ഫോട്ടോ കാണുമ്പോൾ ഇവരൊക്കെ പ്രതികൾ. കടകംപള്ളി എന്തായാലും പ്രതിയാവേണ്ടതാണ്. ഈ പിണറായി വിജയൻ ഒന്നാം പ്രതിയാവേണ്ടേ? ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഉന്നയിച്ച് 500 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച് അദ്ദേഹം SITക്ക് കൃത്യമായി കത്ത് കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുക. സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം തെളിവുണ്ടെങ്കിൽ നിങ്ങൾ SITക്ക് പരാതി കൊടുക്കൂ. ഞങ്ങൾക്ക് ഭയമില്ല. നിങ്ങൾ അടൂർ പ്രകാശിനെതിരെയോ അല്ലെങ്കിൽ ആന്റോ ആന്റണിക്കെതിരെയോ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ പരാതി കൊടുക്കൂ. രമേശ് ചെന്നിത്തല കാണിച്ച മാതൃക കാണിച്ചിട്ട് മറുപടി പറയൂ. ഫോട്ടോ കാണിച്ചത് കൊണ്ട് പോയത് കൊണ്ട് അങ്ങനെയാണ് പിണറായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഇയാൾ എത്തിയത്? മുഖ്യമന്ത്രി കൂടെ എങ്ങനെയാണ് ഫോട്ടോ എടുത്തത്? ഈ തട്ടിപ്പുകാരൻ, ഈ കൊള്ളക്കാരൻ എപ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്? പ്രയാർ ഗോപാലകൃഷ്ണനും അതോടൊപ്പം അടൂർ പ്രകാശ് MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണോ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും കട്ടിടയും അതോടൊപ്പം തന്നെ സർവ്വതും അവിടെ സ്വർണം മോഷ്ടിച്ചു പോയത്? എപ്പോഴാണ്? 2019 പറയുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന SIT, ആ അന്വേഷിക്കുന്ന SIT കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിക്കുന്ന SIT അല്ലേ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് പങ്കുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവിന്റെ അത് കഴിഞ്ഞ് പല നേതാക്കളും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. ശിവൻകുട്ടി പറഞ്ഞു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത് സോണിയാഗാന്ധിയുമായിട്ട് ഈ പറയുന്ന കള്ളന്മാർക്ക് എങ്ങനെ ആക്സസ് കിട്ടി? അതെ, ഇന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. റിജിൽ മാക്കുറ്റി അതിന് മറുപടി വേണം. എങ്ങനെ ആക്സസ് കിട്ടി? എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ കൂടെ എങ്ങനെയാണ് ഈ കള്ളൻ നിന്നത്? ഈ കള്ളൻ മുഖ്യമന്ത്രി ഒന്നിച്ച് നിൽക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ മുഖ്യമന്ത്രി കാണാൻ അവസരം ഉണ്ടായത്? കടകംപള്ളിയായി ഇത്ര സൗഹാർദ്ദപരമായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ എന്താ ബന്ധം? അപ്പൊ അത് ചർച്ചയില്ലേ?
അപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് വിദേശ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് കൈമാറി 500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു, ഇത് വിറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം SIT കൊടുത്ത പരാതി SITക്ക് മുമ്പിൽ അദ്ദേഹം ഹാജരായി മൊഴി കൊടുത്തു. പിണറായി വിജയനെ വെല്ലുവിളിക്കുക, സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇത് പങ്കുണ്ടെങ്കിൽ SITക്ക് പരാതി കൊടുക്കൂ, മൊഴി കൊടുക്കൂ, ഞങ്ങൾ വെല്ലുവിളിക്കുക. ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. ഈ ഭയപ്പെടുന്ന ആളുകൾ തോളോളം പോയവനാണ് മുട്ടോളം പോയവന്റെ കഥ പറയുമെന്ന് പറയുമ്പോൾ ഈ നാട്ടിനകത്ത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടതാരാ? CPM-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരല്ലേ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ മുൻ MLA, CPM-ന്റെ ഏറ്റവും സ്വന്തം സഹചാരി പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം സഹചാരി വാസു ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാ തരത്തിലുള്ള സർക്കാരിന്റെ തെറ്റായ കീഴ്വഴക്കത്തിലൂടെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മുഴുവൻ അടിച്ചു മാറ്റി മുന്നോട്ട് പോയി അത് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാ ഞങ്ങളുടെ പവറ. നിങ്ങളെ പവറല്ലെന്നേ, നിങ്ങളാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ സ്വർണ്ണം ഉണ്ടാവില്ല, പാളി ഉണ്ടാവില്ല, പത്മകുമാറും ജയിലിൽ പോവില്ല, ആരും പോവില്ല. കോടതി നിർദ്ദേശപ്രകാരം ഈ അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കൊക്കെ എന്താണെന്ന് ഈ പറയുന്ന കള്ളന്മാരുമായി ബന്ധം? സോണിയാഗാന്ധിയെ പോയി ഇവരെ കൊണ്ട് കാണിക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ രാഗിയാണോ എന്താണെന്ന് അറിയില്ല, എന്തോ കെട്ടിച്ചു കൊടുക്കാനുള്ള, എന്തിനാണ് അങ്ങനെ ഒരു സീൻ ഉണ്ടായത്? എങ്ങനെയാണ് അത് അന്വേഷിക്കണ്ടേ? ഞാൻ ഇപ്പോഴും പറയുന്നത് ജയിലിൽ കിടക്കുന്ന ഒരാളും അല്ലെങ്കിൽ ആ കൊള്ളക്കാരൻ പോയി കണ്ട ആൾക്കാരുടെ പടം വെച്ച് പ്രതിരോധം തീർക്കൽ മണ്ടത്തരമാണ്. പക്ഷെ ആ മണ്ടത്തരമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ചോദ്യം പ്രസക്തമാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയാണ് ഈ ആക്സസ് കിട്ടുന്നത്? എന്റെ ആഷ്മി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കട്ടെ. അത് പിണറായി വിജയന് SITക്ക് അല്ലെങ്കിൽ ഇവർക്ക് ബന്ധപ്പെട്ട് പരാതി കൊടുക്കട്ടെ. സോണിയാഗാന്ധിയുമായി അടൂർ പ്രകാശും ആന്റോ ആന്റണി പോയിട്ടുണ്ട്, ഇവരാണ് തട്ടിപ്പ് നടത്തിയത്. SITക്ക് മൊഴി കൊടുക്കട്ടെ, പരാതി കൊടുക്കട്ടെ, അന്വേഷിക്കട്ടെ. രമേശ് ചെന്നിത്തല ചെയ്ത കാര്യം പിണറായി വിജയൻ ചെയ്തുകൂടെ? അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. അങ്ങനെ എങ്ങനെ വന്നു? അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ വന്നു? ഞാൻ കാണിച്ച ഈ ഫോട്ടോ എങ്ങനെ വന്നു? അങ്ങനെ പിണറായി വിജയന്റെ മുമ്പിലേക്ക് എത്താൻ ഈ തട്ടിപ്പുകാരൻ, അവതാരങ്ങളെ സ്വീകരിക്കാത്തവൻ, അവതാരങ്ങൾ എൻ്റെ അടുത്ത് വരില്ല എന്ന് പറയുന്ന ആൾ, ഈ കാട്ടുകാരൻ എങ്ങനെയാ പിണറായി വിജയന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, കടകംപള്ളിയുമായി ഇത്ര ഇന്റിമസിയിലൂടെ സംസാരിക്കുന്നത്? അപ്പോൾ അതും അന്വേഷിക്കണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് അന്വേഷിക്കുന്ന ഭയമില്ല. ഈ സ്വർണ്ണക്കൊള്ള നടന്ന വർഷമേത്, ഇവരവിടെ പോയ വർഷമേത്, എങ്ങനെയാണ് ഈ പോറ്റി അവിടെ എത്തിയത്? മേൽശാന്തിയുടെ കീഴ്ശാന്തി എത്തിയതെന്ന് പറയുന്നു. സ്വാഭാവിക തട്ടിപ്പുകാരനെ സ്വാഭാവികമായും സ്വാധീനിക്കാൻ പറ്റുന്ന പല മേഖല സ്വാധീനിച്ചിട്ടുണ്ടാവും. അയാൾ പ്രത്യേകിച്ച് ഈ പൂജ നടത്തുന്ന ആളുകൾ വിശ്വസിപ്പിച്ച് ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. ആ പോയത് എങ്ങനെയെന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള, ഈ സ്വർണം അവിടെ നിന്ന് എടുത്തു മാറ്റിയും ചെന്നൈയിൽ കൊണ്ടുപോകാനും അത് മാറ്റാനും ഈ പറയുന്ന രൂപത്തിൽ കൊടുക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്തതാരാ? ദേവസ്വം ബോർഡ് അറിയാതെ, രാഹുൽ ഈശ്വർ ഇവിടെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, റിജിൽ മാക്കുറ്റിയും അവരവരുടെ രാഷ്ട്രീയ വർഷം പറയട്ടെ. അത് ഉറപ്പായും അത് പറയാനാണ് അവരെ വിളിച്ചതും. പക്ഷെ ആക്ച്വലി പ്രശ്നം ആ രാഷ്ട്രീയ പ്രശ്നമല്ല. ഇപ്പോൾ ഈ പറയുന്ന ശബരിമലയിൽ നിന്നും ഈ കള്ളന്മാർ ചേർന്ന് സ്വർണം മോട്ടിച്ച് ഈ പറഞ്ഞ് ഗോവർദ്ധനോട് കൊടുത്തു. ഗോവർദ്ധൻ അതിൻ്റെ പണം കൊടുത്തു. ഈ തൊണ്ടി അവിടെ നിന്ന് കണ്ടെത്തി. അവിടെ തീർന്നു വന്ന നറേറ്റീവൊക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും ഇവിടുന്ന് കണ്ടെത്തിയ സ്വർണ്ണമാണെന്ന് ഒരു സ്ഥിരീകരണം SIT പറയുന്നതെന്ന് മാത്രമല്ല, ശബരിമലയിൽ നിന്നെടുത്ത സ്വർണ്ണം എവിടെ പോയി അന്വേഷിക്കണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്, SIT പറയുന്നത്. അതിനിടയിൽ വരുന്ന അടുത്ത വിവരം, ഒരു ഡീമണി വരുന്നുണ്ട്. ഡീമണിക്ക് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ, ഈ പറയുന്ന ഒരു വാഹനം നിറയെ പണവുമായി കൊടുത്തു വന്ന പ്രവാസി വ്യവസായിയുടെ മൊഴി വരുന്നുണ്ട്. അന്വേഷണം എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പറയുന്ന രാഷ്ട്രീയ പോർവിളികൾക്കിടയിൽ നമ്മുടെ അയ്യപ്പന്റെ സ്വർണ്ണം എവിടെ പോയി എന്നത് ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. ഹാഷ്മി, 2 കാര്യങ്ങൾ. ഹാഷ്മിയുടെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കുശലം പറയുന്ന ചില ചിത്രങ്ങളാണ്, വൈഡ്ലി അവൈലബിൾ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തെറ്റുമില്ല. ഒരു പരിപാടി വെച്ച് ഒരാളെ കാണുന്നു, മര്യാദയ്ക്ക് സംസാരിക്കും. ഇതേപോലെ തന്നെ സോണിയാഗാന്ധിയോ നാളെ BJP നേതാക്കളോ ആരെങ്കിലും കാണുമ്പോൾ ഈ ചിത്രങ്ങൾ വെച്ച് അവരെ അപകീർത്തിപ്പെടുത്തുക, ഗിൽറ്റ് ബൈ അസോസിയേഷൻ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. 2, ഇപ്പൊ ഹാഷ്മി പറഞ്ഞാണ് പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണം എവിടെ? തൂക്കം ഒപ്പിച്ച് ചില ആൾക്കാരെ രക്ഷിക്കാൻ നോക്കുകയാണോ? സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ സാറിന്റെ ബെഞ്ചും ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചും അതിശക്തമായ രീതിയിൽ വാദങ്ങൾ മുമ്പോട്ട് വെക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3ാമത് വന്ന ജാമ്യാപേക്ഷയുടെ ഭാഗമായി വന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ബെഞ്ചിലെ പറഞ്ഞ കാര്യങ്ങളെ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ എടുത്തോന്ന് സംശയമാണ്. ഹൈക്കോടതി നെഗറ്റീവ് പറഞ്ഞില്ല. മുഖ്യമന്ത്രി പോലും അത് മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു സൂചനകൾ വെച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഹൈക്കോടതി അങ്ങനെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. കാര്യം ഇത് ഹൈക്കോടതിയുടെ സുവോമോട്ടു കേസാണ്. ഹൈക്കോടതി തന്നെ സ്വമേധയാ കേസെടുത്ത് മുമ്പോട്ട് വരുന്നതാണ്. ഹൈക്കോടതി തന്നെ 8 മുതൽ 9 ചോദ്യങ്ങൾ വരെ എഴുതി കൊടുത്ത് അത് അന്വേഷിക്കണമെന്ന് പറയുന്നതാണ്. അവിടെയാണ് 3 കാര്യങ്ങളിലേക്ക് ചുരുക്കാം. 1, ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്.
രണ്ട്, ആ സ്വർണം മറിച്ച് വിറ്റതാണോ മുറിച്ച് വിറ്റതാണോ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത് ഒരു കള്ളത്തെ ബേസ് ചെയ്താണ്. അതായത് ഓൾറെഡി ചെമ്പ് ഉരുക്കി സ്വർണ്ണം ഉരുക്കി, അതുകൊണ്ട് ആ ചെമ്പ് ചീത്തയായി, ആ സ്വർണം ഞങ്ങൾ കുറെയൊക്കെ തിരിച്ചു വന്നു, 10 പവൻ മാല കൊടുത്തു, കുറച്ച് അന്നദാനം കൊടുത്തു, അങ്ങനെ തൂക്കം ഒപ്പിച്ച് അവസാനം 500-600 ഗ്രാം മാത്രമേ നഷ്ടമായുള്ളൂ എന്നൊരു ധാരണ കൊടുത്ത് ആ വിഷയം തീർന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ സേക്രഡ് വാല്യൂ, ഡിവൈൻ വാല്യൂ വെച്ച് സുഭാഷ് കപൂർ മോഡൽ എന്ന് ഹൈക്കോടതി വിധിയിൽ എഴുതുന്നതാണ്. ഓർക്കണം, ഹൈക്കോടതി ഒരു ഒബ്സർവേഷനിൽ പറയുന്നതല്ല, ഹൈക്കോടതി വിധി എഴുതുന്നതാണ്. അതായത് ആന്റിക് മാർക്കറ്റിന്, ഹെറിറ്റേജ് ഹിസ്റ്ററി വാല്യൂ മാർക്കറ്റിന്, സേക്രഡ് റിലിക്സിന്റെ മാർക്കറ്റിന് ഡിവൈൻ വാല്യൂ ഉണ്ട്. അത് ശതകോടികളിലാണ് സെയിൽ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഡീല് നടന്നിട്ടുണ്ടോ? അതും ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിച്ച മുമ്പ് ആഭ്യന്തരമന്ത്രിയായ ഒരാൾ സീരിയസ് ആയ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് വളരെ കാര്യമായി എടുത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും സത്യം വെളിയിൽ വരികയും വേണം. രാഷ്ട്രീയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കുറ്റം പറയാം, പക്ഷേ രാഹുൽ ഈശ്വരുടെ മാസം മൂന്നാവാൻ പോയിട്ടും ഈ കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിൽ നടന്ന ഒരു കൊള്ളയിൽ അവിടുന്ന് എടുത്തുകൊണ്ട് പോയ സ്വർണം, അത് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ദ്വാരപാലകരുടെ പാളി തന്നെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. ആ സ്വർണം എവിടെയാണെന്ന് സ്ഥിരീകരണമില്ല. അത് കടൽ കടന്ന് ഏതോ രാജ്യത്ത് പോയെന്ന കാര്യത്തിൽ അറിയില്ല. ഈ പറയുന്ന ദ്വാരപാലകരുടെ പാളികൾ മൊത്തത്തിൽ ആരോ കടത്തിയോന്ന് അറിയില്ല. നമുക്കൊന്നും അറിയില്ല കേട്ടോ രാഹുൽ ഈശ്വർ. മാസം മൂന്നാകുമ്പോൾ അത് മടികൂടാതെ പറയാം, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, പ്രത്യേകിച്ച് ദ്വാരപാല ശില്പങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നത്. എനിക്കത് പറയുമ്പോൾ വേദനിക്കുന്നുണ്ട്, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അതിന്റെ സത്യം കണ്ടെത്തുകയും അതിന്റെ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിം നമ്മൾ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് എത്രയും പെട്ടെന്ന് ആ സ്വർണം തിരിച്ചെടുക്കണം. അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഇടപെടൽ വേണം. ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. അതുകൊണ്ട് തന്നെ സീരിയസ് ആയി ഈ വിഷയങ്ങൾ എടുത്ത് അത് കൊണ്ടുവരികയാണ്. അത് പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമിന് വേണ്ടി മാറ്റി വെക്കണമെന്നുള്ളതാണ് താഴ്മയായുള്ള അഭ്യർത്ഥന. അല്ലാതെ ഇത് പരസ്പരം തർക്കിച്ച് തീർക്കാനുള്ള ഒരു വിഷയമല്ല. ആ സ്വർണം നമുക്ക് തിരിച്ചെടുക്കണം. ആ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ്. ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. അതുകൊണ്ടാണ് ഒരു വരി കൂടെ പറയാം. കടകംപള്ളി സാർ അടക്കമെതിരെ ആരും സാധാരണ ഭക്തരോ ഒന്നും പറയാത്ത എന്തുകൊണ്ടാ? കോടതി ഒന്നും കടകംപള്ളി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശബരിമലയുടെ സുപ്രീം കോടതി വിധിന്യായം തെറ്റിപ്പോയി എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ഒരാൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ്. അതുകൊണ്ട് ഇത് കോംപ്ലക്സ് ആയ ഒരു വിഷയമാണ്. ആ വിഷയത്തെ കഴിയുന്നത്ര രാഷ്ട്രീയവൽക്കരിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇതിന്റെ സത്യം എടുക്കുകയും തിരിച്ച് അമ്പലത്തിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും സ്വർണം തിരിച്ചെടുക്കാനുള്ള ഏറ്റവും സത്വരമായ നടപടികൾ മുമ്പോട്ട് വേണം. ഇനി ഒറ്റ വരി കൂടെ, കുറച്ചുകൂടെ നല്ല പ്രോസസ്സും പ്രൊസീജിയറും വേണം. അതടക്കം കൊണ്ടുവന്ന് ദേവസ്വങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു സമീപനം നടത്തണം. അങ്ങനെ നടത്തിയ മുമ്പത്തെ ആള് അനിൽകുമാർ സഖാവിന്റെ പാർട്ടിയിലെ സഖാവ് ശ്രീ ജി സുധാകരനെ പോലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് കക്ഷി രാഷ്ട്രീയമല്ല വിഷയം, അതിനും അപ്പുറമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ വികാരമുണ്ട് എന്നൊരു തിരിച്ചറിവ് വേണമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളോട് താഴ്മയായി. ഇവിടെ സുജിൽമാക്കൂർ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതുമായ ചിത്രങ്ങളുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ ഇന്റിമേറ്റ് ആയ ഒരു കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങളുണ്ട്. സോണിയാഗാന്ധിക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ പ്രശ്നവൽക്കരിച്ചാൽ ഈ ചിത്രങ്ങളും പ്രശ്നമല്ലേ ശ്രീ കേൾകുമാർ? ഇനി ഇങ്ങോട്ട് ഇടപെടരുത്. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്ന്, വസ്തുതാവിരുദ്ധമായിട്ട് ചർച്ചയിൽ അവതാരകൻ നിൽക്കുക എന്ന് പറയുന്ന മര്യാദകേടാണ്. എന്താണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായി പറഞ്ഞതെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ രാഷ്ട്രീയ മറുപടി പറയട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആഫീസിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് ശബരിമലയ്ക്ക് ഒരു ആംബുലൻസ് സംഭാവന കൊടുക്കുന്ന, പോലീസിന് സംഭാവന കൊടുക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നു. നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നു. DGP അടക്കം ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ദാനം ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടെ വെച്ച് മുഖ്യമന്ത്രിയായി സംസാരിക്കുന്നു. അതോടുകൂടി കള്ളൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് മുഖ്യമന്ത്രിയാണ് എന്നാണോ നിങ്ങൾ പറയുക? ആ ചടങ്ങ് നടന്നിട്ട് ഒരു 3 മാസമായി കാണുകയില്ല. കാരണം റവദ ചന്ദ്രശേഖർ വന്ന ശേഷമാണല്ലോ. ചിലപ്പോൾ 6 മാസമായി കാണും. അപ്പോൾ അതിൻ്റെ വ്യക്തത വന്നല്ലോ. ഒക്ടോബർ 2 കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചു എന്നുള്ളത്, കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. എവിടെ വെച്ച്? തിരുവനന്തപുരത്ത് വെച്ച് ദേവസ്വം ബോർഡിൻ്റെ വക ഒരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സ്പോൺസറായി പോറ്റി വന്ന്, വീടിൻ്റെ നിർമ്മാണത്തിന് സ്പോൺസറായി വന്ന് ഒരു പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. സ്പോൺസർ എന്ന നിലയ്ക്ക് അയാളോട് ഇടപെട്ടിട്ടുണ്ടാവാം. പ്രശ്നം എന്താണ്? VD സതീശനോ ചെന്നിത്തലയോ പറഞ്ഞ പോലെ ശില്പപാളികൾ കടകംപള്ളി സുരേന്ദ്രൻ കോടീശ്വരന് വിറ്റു എന്ന ആരോപണം ഉന്നയിച്ചിട്ട് 3 മാസമായി. പ്രതിപക്ഷം അത് തെളിയിച്ചോ? കോൺഗ്രസ് അത് തെളിയിച്ചോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. തെളിയിച്ചില്ല എന്ന് മാത്രമല്ല, കേരള പോലീസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെ ദ്വാരപാലക ശില്പങ്ങൾ വിൽക്കുകയല്ല ചെയ്തത്.
അത് പോറ്റി കൊണ്ടുപോയി അവിടെ അത് സ്വർണം ഊറ്റി ഭണ്ഡാരി ഊറ്റിക്കൊടുത്ത സ്വർണം അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ഗോവർദ്ധൻ്റെ കയ്യിൽ കിട്ടി. ഇത്രയും ഗോവർദ്ധൻ സമ്മതിച്ചതല്ലേ, ഭണ്ഡാരി സമ്മതിച്ചതല്ലേ, എല്ലാം വന്നതല്ലേ, ഇടപെട്ടതല്ല. അപ്പൊ രണ്ട് സത്യം. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ വായിച്ചു നോക്കും. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ വായിച്ചു നോക്കും. അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ആൾ മൊഴി കൊടുത്തത് എന്താണ്? കോടതിയിൽ കൊടുത്ത അപേക്ഷ പറയുന്നത് എന്താണ്? ഞാൻ ഈ സ്വർണം വാങ്ങിച്ചു, കട്ട സ്വർണം വാങ്ങിച്ചു. സ്വർണം ഒരാൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അതെ, ഞാൻ ബാക്കിയൂടെ പറഞ്ഞിട്ട് അടൂർ പ്രകാശ് പറയുന്നതും ഗോവിന്ദച്ചാമി പറയുന്നതും ആന്റോ ആന്റണി പറയുന്നതും ഗോവിന്ദച്ചാമി പറയുന്നതും വി.ഡി. സതീശൻ പറയുന്നതും ഗോവിന്ദച്ചാമി പറയുന്നതും ചെന്നിത്തല പറയുന്നതും ഗോവിന്ദച്ചാമി പറയുന്നതും ഒരുപോലെ ആയിത്തീരുകയാണ്. കാരണം എന്താണ്? ഇവരെല്ലാം ഈ കള്ളന്മാർക്കൊപ്പമാണ്. എൻ്റെ ചോദ്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രകൃതി പറഞ്ഞു ശബരിമലയുടെ പൂജ അല്ലല്ല, പറയട്ടെ, ഞാൻ ഇടപെടും. ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. പിന്നെ ഗോവർദ്ധന പൂജയ്ക്കാണ് കൊണ്ടുപോയത്. നിങ്ങളൊക്കെ തീർത്തോളൂ. എനിക്ക് വിരോധമില്ല. ഞാൻ സമാധാനമായിട്ട് ചർച്ചയ്ക്കായിരിക്കുന്നത്. നിങ്ങളൊക്കെ തീർത്താൽ മതി. ഞാൻ മുമ്പേ ഒഴിവാകാൻ തയ്യാറായ ആളാണ്. കാരണം ഞങ്ങൾ തല കുമ്പിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. പത്മകുമാറിൻ്റെ പേര് പാർട്ടി നടപടി എടുത്തില്ല ഉടനെ ഞങ്ങൾ തല കുമ്പിട്ടിരിക്കുമോ? ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാതത്വം അനുസരിച്ച് ഒരാളുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ മുഴുവൻ വസ്തുതകളും ഞങ്ങളുടെ മുന്നിൽ വന്നാൽ അതിൻ്റെ ഗൗരവത്തിൽ നടപടി വരും. ഇത് പാർട്ടി തീരുമാനമാണ്. അതുണ്ടായില്ല എന്ന് വെച്ചിട്ട് ഞങ്ങളെ ചാമ്പാൻ ആരും നിൽക്കണ്ട, മാധ്യമപ്രവർത്തകർ നിൽക്കണ്ട. അത് വെച്ച് നിങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ സമ്മതി നേടേണ്ട ഒരു ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താണ്? ഞങ്ങൾ നാട്ടുകാരെ വിശദീകരിച്ചോളാം, നിങ്ങളുടെ ഔദാര്യം വേണ്ട. ഇവിടെ പോയിന്റ് എന്താണ്? നമ്പർ 1, ഇപ്പോൾ കേരള പോലീസ് അന്വേഷണം നടത്തുന്നു, സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. ബാക്കി അന്വേഷണം നടക്കട്ടെ. തെറ്റാണ് താങ്കൾ പറയുന്നത്, വസ്തുതാവിരുദ്ധമാണ്. താങ്കൾ തെറ്റാണ് പറയുന്നത്. താങ്കൾ ഫേസ്ബുക്കിൽ എഴുതുന്നതൊക്കെ വസ്തുതാവിരുദ്ധമാണ്. നിങ്ങൾ ഇടപെടുന്നത് ക്ഷമിക്കണം. താങ്കൾ തെറ്റി പറഞ്ഞതാണ് ഇടപെടുന്നത്. അതായത് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ ഈ കേസിലെ അക്യൂസ്ഡ് ആണ് അല്ലേ? അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് ജാമ്യം കിട്ടാനുള്ള വാദങ്ങളാണ്. അത് ഈ പറയുന്ന താങ്കൾ തന്നെ പറയുന്ന ഒരു കുറ്റവാളിയുടെ വാദങ്ങളാണ്. അത് മുഖവിലക്കെടുക്കല്ലേ? നമുക്ക് വിശ്വസിക്കാൻ SIT ആണ്. ഏതാണ് SIT എന്ന അന്വേഷണ സംഘം? അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറയുന്ന ഇവർ അടിച്ചു മാറ്റിയ സ്വർണം നമുക്ക് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയാ. അതാണ് വിശ്വസിക്കേണ്ടത് അല്ലേ? നിങ്ങൾ ഒരു ചർച്ച വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറയട്ടെ പോയിന്റ് മനസ്സിലാക്കൂ. ഒന്ന്, ഗോവർദ്ധന്റെ കടയിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത സ്വർണം തന്നെയാണോ മൂട്ടിച്ചത്? ഇതാണ് ചോദ്യം. അത് ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി കേരള സർക്കാർ അല്ലെങ്കിൽ SIT ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. പരിശോധനാഫലമൊക്കെ സൗകര്യമായിട്ട് വരട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട. താങ്കൾ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുക ആൾക്കാരെ. റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നു ശബരിമലയിൽ അടിച്ചോണ്ട് പോയ സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. SIT പറയുന്നത് വിശ്വസിക്കണോ, ഗോവർദ്ധൻ പറയുന്നത് വിശ്വസിക്കണോ? അനിൽകുമാർ, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ പ്ലീസ്. ഞാൻ പറയുന്ന ഇനി ഇടപെടുകയല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയൊക്കെ കാര്യങ്ങളാണ്? 1 കട്ടളപ്പാളി, 2 വാതില്, 3 ശില്പങ്ങൾ. ഈ മുഴുവൻ സ്വർണം കണ്ടെത്തിയോ? ഇല്ല, ഈ മുഴുവൻ സ്വർണം കണ്ടെത്തിയിട്ടില്ല. ആ സ്വർണത്തിന്റെ ഒരു ഭാഗം ഇപ്പൊ ഗോവർദ്ധന്റെ അവിടുന്ന് കണ്ടെത്തിയില്ല. കണ്ടെത്തി ഗോവർദ്ധൻ ഒരു ഭാഗം താങ്കൾ പറയുന്നത് എങ്ങനെയാ? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പഠിക്കാതെ ഞാൻ പറയുന്നത് തെറ്റാണത്. സഹചാരിയാണ് അവര് പറഞ്ഞു കൊടുത്ത കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന വൃദ്ധത്തിൽ നിന്ന് കണ്ടെടുത്ത 470 ഗ്രാം സ്വർണം ശബരിമലയിൽ അടിച്ചോണ്ടുപോയ സ്വർണ്ണമാണെന്ന് SIT സ്ഥിരീകരിച്ചിട്ടില്ല. അനിൽകുമാർ കേട്ടല്ലോ. ഇനി എനിക്ക് പറയാമല്ലോ. പറയൂ. എനിക്ക് പറയാമല്ലോ. കേരള പോലീസ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തു. ഭണ്ഡാരി അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ മൊഴിയെടുത്തു. ആദ്യം അയാളുടെ വക്കീൽ വന്ന് എല്ലാവരുടെയും ചാനലിൽ പറഞ്ഞത് അവർ സ്വർണം
അരിച്ചെടുക്കാറില്ല. ഭണ്ഡാരി പറയുന്ന കള്ളമാണെന്ന് കേരള പോലീസ് തെളിയിച്ചു. ഭണ്ഡാരി കള്ളം പറഞ്ഞുകൊണ്ട് അയാളെ പിടി ജയിലിൽ വെച്ചു. ഹാഷ്മി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഭണ്ഡാരിയെ ജയിലിൽ വെക്കാൻ പാടില്ല. ഹാഷ്മി വാദിക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഗോവർദ്ധനെ ജയിലിൽ വെക്കാൻ പാടില്ല. ഗോവർദ്ധൻ ഇവരെ രണ്ടാളെ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ, ഞാൻ വക്കീൽ എന്നൊക്കെ പറയുന്നത് കേക്ക്. ആദ്യം പറയുന്നത് കേക്ക്. എനിക്ക് വക്കീലാന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണ്ട. 38 കൊല്ലായി. അങ്ങോട്ട് കേക്ക്. അങ്ങേക്കറിയാം, ഞാൻ പറയുന്ന കൂടെ അങ്ങേക്കറിയാം SITയുടെ മുന്നിലുള്ള വിവരങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. പണി നോക്കണോ എന്നെ ഒരു കാര്യം അങ്ങ് തെറ്റിദ്ധരിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഇടപെടുന്നത്. ക്ഷമിക്കണം, അത് ഭക്തർക്ക് വേണ്ടി നടന്ന ഇടപെടലാണ്. അങ്ങനെ എത്ര പ്രകോപിതനാണെങ്കിലും അങ്ങ് എത്ര പ്രകോപിതനാണെങ്കിലും ഇടപെടും. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കണം, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള പോലീസ് കോടതി പറഞ്ഞിരിക്കുന്ന വാദം ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ്: പോറ്റിയെയും ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ച് കസ്റ്റഡി തരണം, എന്നിട്ട് കണ്ടെത്തണം. അല്ലാണ്ട് ഇപ്പൊ ഒരു കുറ്റവാളി അല്ലെന്നല്ല കേരള പോലീസിന്റെ നിലപാട്. കേരള പോലീസിന്റെ നിലപാട് ഇവരാണ് കുറ്റം ചെയ്തത്, തൊണ്ടി മുതൽ കണ്ടെടുക്കണം. ഇപ്പൊ ഞങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ഒരു ഭാഗം ഒരു കാര്യം നിങ്ങൾ തൊണ്ടി കണ്ടെത്തണം എന്ന് പോലീസ് പറഞ്ഞാണ്, SIT പറഞ്ഞാണ്, റിമാൻഡ് റിപ്പോർട്ടിലും കോടതിയിലും. അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കുള്ളൂ അനിൽകുമാർ. അങ്ങ് കറക്റ്റാ പറയുന്നത്. അല്ല, നിങ്ങളുടെ ഔദാര്യത്തിലേ ഞാൻ വക്കീലായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഞാൻ വക്കീലാണോ ഇല്ലോ എന്നുള്ളത് തെളിയിച്ചിട്ട് നിങ്ങളുടെ അടുത്തിരിക്കണം. അങ്ങനെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ നിയമപരമായിട്ടല്ലാത്ത ഒരു കാര്യം ചാനലിൽ പറയത്തില്ല. നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ്? വസ്തുത ഭണ്ഡാരി സമ്മതിച്ചു സ്വർണം ഊറ്റിന്ന്. അത്ര കാശ്മീർ സമ്മതിക്കുന്നുണ്ടോ? അത്ര ഒന്ന് പറ. ആദ്യം കുറ്റവാളിയുടെ സമ്മതമാണ്. അതൊന്ന് പറ. എനിക്ക് അതിനേക്കാൾ വിശ്വാസം SITയുടെ റിമാൻഡ് റിപ്പോർട്ടാണ്. ശ്രീ അനിൽകുമാർ, ഒരു കാര്യം പറയട്ടെ. ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശ്വസിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ റിമാൻഡ് ആപ്ലിക്കേഷനിൽ എന്താണ്? ആ റിമാൻഡ് ഞാൻ പറയാം. ആ റിമാൻഡ് ആപ്ലിക്കേഷൻ പറയുന്നത് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ചോദ്യം ഭണ്ഡാരി എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അതെന്തോ ആയിക്കോട്ടെ, ഭണ്ഡാരി എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ഗോവർദ്ധൻ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ഇങ്ങോട്ട് പറഞ്ഞു. എനിക്കറിയില്ലല്ലോ. അത് SITക്ക് അറിയൂ. എനിക്കറിയില്ല. നമുക്ക് ആർക്കും അറിയില്ല. SITക്കല്ല, കോടതിക്ക് അറിയാം. അനിൽകുമാർ, നമുക്ക് ആർക്കും അറിയില്ല. SITക്ക് അറിയാം, കോടതിക്ക് അറിയാം. അങ്ങേക്കും എനിക്കും അറിയില്ല. നമുക്ക് അനിൽകുമാർ, നമുക്ക് മുന്നിലുള്ള വിവരം എന്താണ്? പുറത്തേക്ക് വന്ന SITയുടെ റിമാൻഡ് റിപ്പോർട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്വർണം കണ്ടെത്തിയെന്നാണ്. റൊദ്ധം ജ്വല്ലറിയിലെ സ്വർണം ശബരിമല സ്വർണമാണെന്ന് അങ്ങ് പറയുന്നത് പോലെ എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ശ്രീ കെ അനിൽകുമാർ, അത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഞാൻ ആദ്യം പറയുന്നത് കേൾക്കൂ. ആദ്യം ഒരു കേസുണ്ടായാലുടനെ ചാനൽ ചർച്ച വന്ന് ഹാഷ്മിയെ അല്ല ബോധ്യപ്പെടുത്തേണ്ടത്. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണ കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതിയെ ബോധ്യപ്പെടുത്തിയവർ എന്താ ബോധ്യപ്പെടുത്തിയത്? ഈ രണ്ടാളുകൾ ഇതിലെ പ്രതികളാണ്. എന്താണ് അവരുടെ കുറ്റം? പോറ്റി കൊണ്ടു കൊടുത്ത ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം ഊറ്റി ഭണ്ഡാരി. അത് ആദ്യത്തെ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭണ്ഡാരിയെ പൊക്കി. അങ്ങനെയല്ല. ഭണ്ഡാരിയുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പൊക്കി. ഞാൻ പറയട്ടെ, ഭണ്ഡാരിയുടെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ പൊക്കി. പോലീസ് വെറുതെ ഇരിക്കുകയാണോ? വെറുതെ ഒരു കാര്യമില്ലാതെ പോലീസുകാർ വന്ന് ഇവരെല്ലാം പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണോ? രമേശ് ചെന്നിത്തല പറയുന്ന പോലെ, കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഇവര് പ്രതികളാണ്. സ്വർണം ശബരിമല സ്വർണ്ണമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് പ്ലീസ്. ആ സ്വർണം ശബരിമല സ്വർണ്ണമാണെന്ന് SIT എവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, SIT പറയുന്ന നമുക്ക് വിശ്വാസം, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരെ ചോദ്യം ചെയ്ത് നമുക്ക് കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? ശബരിമലയിൽ നിന്ന് അടിച്ചോണ്ട് പോയ സ്വർണം കണ്ടെത്തണം ഇനിയും. അതല്ല റൊദ്ധത്തിലെ സ്വർണം ശബരിമല സ്വർണം അല്ല. ശ്രീ കെ അനിൽകുമാർ, ഇടവേള. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പൊ SIT നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അറിയാൻ കഴിയുന്നത് ഗോവർദ്ധൻ, ഈ പറയുന്ന പോറ്റി, ഈ പറയുന്ന ഭണ്ഡാരി, ഇവർ മൂന്നും കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഫുൾ പ്രൂഫായ വാദങ്ങൾ പറയുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് SIT സംശയിക്കുന്നത് ഈ 470 ഗ്രാം സ്വർണത്തിന്റെ കാര്യം പോലീസ് അങ്ങോട്ട് പിടിച്ചെടുക്കുന്നതല്ല, ഗോവർദ്ധൻ എന്ന് പോലീസോട് പറയുന്ന അതൊക്കെ ഒന്നാം തരം പ്ലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രായശ്ചിത്തമായി 10 പവന്റെ മാല മാളികപ്പുറത്തിന് കൊടുത്തെന്നാണ് പറയുന്നത്. അതെവിടെ രേഖകളില്ല. 6 വർഷം കഴിയുമ്പോൾ രേഖയും മാലയും പിന്നെ പൊങ്ങി വരിക. ഇതൊക്കെ കള്ളമെന്നാണ് SITയുടെ സംശയം.
ഇപ്പോൾ VSSയിൽ കിട്ടിയ പരിശോധന റിപ്പോർട്ട് കിട്ടിയ നമുക്കറിയില്ല. പരിശോധന കുറേ നാളായി. ഇനി ആ പരിശോധന റിപ്പോർട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിലത്തെ നമുക്ക് ബോധ്യപ്പെടുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത് ഈ സ്വർണം കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം? അപ്പോൾ ഈ ഗോവർദ്ധന്റെ സ്വർണം വെച്ച് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ രാഹുൽ? ശ്രീ ഹാഷ്മി അങ്ങ് അല്ല 100% ശ്രീ ഹാഷ്മി നേരത്തെ പറഞ്ഞതാണ് നിഷ്പക്ഷമായി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന എല്ലാവരുടെയും ബോധ്യം. അതായത് SIT ചെന്ന് സ്വർണം പിടിച്ചെടുത്തുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ അത് പഴയ ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധാരണ കൊടുക്കുകയും ശബരിമലയിൽ നിന്ന് സ്വർണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ വരുത്തുകയും ചെയ്യുകയാണ്. 2, ഏറ്റവും അപകടകരം 1.561 കിലോഗ്രാം ഉള്ള നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളിൽ നടക്കം കുറച്ച് സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് തൂക്കം ഒപ്പിച്ച് തിരിച്ച് ഈ കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് 1.561 കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഏകദേശം 2.5 കിലോഗ്രാം വാതിൽപ്പടികളിൽ നിന്നും ഒക്കെ പോയത് ഇപ്പോൾ തൂക്കം ഒപ്പിച്ച് ബാലൻസ് ഒപ്പിച്ച് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഇനി ഒരു 500 ഗ്രാം കുറവുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു തീർക്കാം എന്ന കാര്യത്തിലേക്ക് ഒതുക്കി തീർക്കാനാണ് ഇപ്പോഴത്തെ കേസ് ഡിസൈൻ. ആ കേസ് ഡിസൈൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ളൊരു കേസ് ഡിസൈനാണ്. ഇത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ശരിയല്ലെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു. ആത്യന്തികമായി ട്രയൽ സ്റ്റേജിൽ എത്തുമ്പോൾ ഇതൊന്നും നിലനിൽക്കാനും പോകുന്നില്ല. കാര്യം ആത്യന്തികമായി കുറച്ച് ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷേ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇറ്റ് ഈസ് തെഫ്റ്റ് ബൈ പോളിസി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹേസ്റ്റ് ബൈ പോളിസി. ഇത് നയപരമായൊരു കൊള്ളയാണ്. അതായത് കൊള്ളയടിക്കാനായിട്ടൊരു നയം രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായി ശബരിമലയിൽ നിന്ന് തനി തങ്കം മാറ്റുകയും പകരം സ്വർണം പൂശുകയും ചെയ്തതാണ്. 1500 ഗ്രാമിൽ നിന്ന് 400 ഗ്രാമിലേക്ക് മാറ്റാനുള്ള തീരുമാനം പോറ്റിക്കെടുക്കാൻ കഴിയുമോ? ഏകദേശം 2500 ഗ്രാം അല്ലെങ്കിൽ 2.5 കിലോഗ്രാമിൽ നിന്ന് 461 ഗ്രാമിലേക്ക് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കാൻ കഴിയുമോ? അപ്പോൾ ഇപ്പോഴത്തെ കേസ് ഡിസൈൻ കേസ് തണുക്കുന്നത് വരെ കുറച്ച് പ്രമുഖരെ ജയിലിലിടുകയും അതിനുശേഷം ട്രയൽ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതൊക്കെ രാഷ്ട്രീയം ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ, അതായത് വിജയമല്യ 1998-99 കാലത്ത് തന്ന തനി തങ്കത്തിലുള്ള 24 കാരറ്റ് എന്ന് പറയപ്പെടുന്ന സ്വർണ്ണപ്പാളികൾ അയ്യപ്പൻ്റെ സ്വത്ത് അതാണ്. അത് തിരിച്ചെടുക്കണം. ഈ സ്വർണം പൂശിയ പാളികൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അത് റെപ്ലിക്കയാണെന്ന് പറയാം. കുറച്ചുകൂടെ വിശ്വാസികൾക്ക് വേദനിക്കാതിരിക്കാൻ ഇത് റെപ്ലിക്കയാണെന്ന് പറയാം. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് റെപ്ലിക്കയോ ഡ്യൂപ്ലിക്കേറ്റോ ആണ്. പകരം ഒറിജിനൽ എവിടെ? അത് പല ആൾക്കാർക്കും ഡിവൈൻ വാല്യൂ, സേക്രഡ് വാല്യൂ, സേക്രഡ് റിലിക്സ് വാല്യൂ ഇടും. ഹാഷ്മി ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഈ സേക്രഡ് റിലിക്സിന്റെ സ്മഗ്ലിംഗ് മാർക്കറ്റ് $6 ബില്യൺ വലിപ്പമാണ്. സുഭാഷ് കപൂറിന്റെ മാർക്കറ്റ് ഏകദേശം 1300 മുതൽ 1500 കോടി വരെ വലിപ്പമുള്ളതാണ്. അദ്ദേഹത്തെ ഡി മണി എന്നൊരു കഥാപാത്രം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന SIT ആ വഴി അന്വേഷണം പോകുന്നുണ്ട്. ഡി മണി ഏത് രീതിയിലാണ് കടൽക്കടത്തെങ്കിൽ കടൽക്കടത്ത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ കണ്ടെത്തേണ്ട SIT ആണ്. കണ്ടെത്താൻ കഴിയുമെന്ന് ദൈവത്തിനറിയാം. തിരികെത്താൻ ഇടവേളയ്ക്ക് ശേഷം മക്കുറ്റി ഗോവർദ്ധൻ കൊടുത്ത് 470 ഗ്രാം സ്വർണം ഒറിജിനൽ അല്ല അല്ലെങ്കിൽ ആ സ്വർണ്ണം അല്ല എന്ന് തിരിച്ചറിവിൽ SIT ബെല്ലാലിൽ നിന്ന് വീണ്ടും പോവാണ്. ആ ജ്വല്ലറിയിൽ വീണ്ടും പരിശോധന നടത്താൻ. മാസം 3 ആവുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് നമ്മുടെ ശബരിമലയിൽ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയി സ്വർണ്ണം എവിടെയെന്ന് അറിയില്ല. ശ്രീ റിജിൽ മാങ്കുരി, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, പക്ഷേ ആ സ്വർണം കണ്ടെത്തി തിരിച്ചു വെക്കണം എന്ന ആത്മാർത്ഥമായ ഉദ്ദേശം നിങ്ങൾക്കും ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ആവശ്യം ഉന്നയിക്കണം. ഇത് ഭക്തന്റെ പ്രശ്നമാണ്. ശ്രീ ആഷ്മി, കേരളത്തിലെ പ്രത്യേക അയ്യപ്പ ഭക്തന്മാർ ഉന്നയിക്കുന്ന അവരുടെ വിശ്വാസത്തുമായി ബന്ധപ്പെട്ട് സ്വർണം എവിടെയുണ്ടെങ്കിലും അത് കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ചർച്ചയിലുള്ളതിനിടം അൽകുമാർ പറയുന്ന കാര്യം. ഈ പറയുന്ന ഗോവർദ്ധൻ കൊടുത്ത അയാളുടെ ജാമ്യാപേക്ഷയാണ്. അത് ഒരു ജാമ്യാപേക്ഷയിൽ ഒരു പ്രതി ഒരു കള്ളൻ കൊടുക്കുന്നതല്ലല്ലോ വേദവാക്യം. അതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്തിട്ടുള്ള SITയുടെ റിമാൻഡ് റിപ്പോർട്ടല്ലേ? ആ റിപ്പോർട്ടിനകത്ത് സ്വർണം കണ്ടെത്തിയില്ല. കണ്ടെത്താനുള്ള തീരുമാനം എടുക്കണം. അങ്ങനെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ സർക്കാർ അതിന് തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഈ പറയുന്ന അനിൽകുമാറിന്റെ തെറ്റായ വാദഗതികൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞ വക്കീലാണ്. ഇതേപോലെ വക്കീൽ ഒരു പ്രതിയെ കൊണ്ട് കോടതിയിൽ പോയ ആ പ്രതിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ, ഈ നാട്ടിലെ വിശ്വാസികൾ മുഴുവൻ ഈ തട്ടിപ്പ് കേസിലെ മുഴുവൻ പ്രതികളെ അന്വേഷിക്കണം എന്നുള്ളതാണ്. ഈ വാസുവിലും ഈ പറയുന്ന ഈ പത്മകുമാറിലും മാത്രമല്ല, ഇതിൻ്റെ നാൾ വഴികളിൽ മുന്നോട്ട് പോയ വമ്പൻ സ്രാവകളുണ്ട്. അതിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ അന്വേഷണം അട്ടിമറിക്കാൻ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ
അറസ്റ്റ് ഇവിടെ നടന്നിട്ടില്ലല്ലോ. കടകംപള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല എന്ന് നമ്മുടെ മൂല വസ്തുതയാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതെങ്ങനെ അവസാനിപ്പിക്കാം, അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ പേര് അതോടൊപ്പം കോൺഗ്രസിന്റെ പേര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇത് വിടില്ല. 3 മാസം മാത്രമേ പിണറായി വിജയന്റെ പിന്നെ ആയുസുള്ള സർക്കാരിന് UDF ഗവൺമെന്റ് വന്നാൽ ഇതിനകത്തുള്ള മുഴുവൻ കള്ളന്മാരെയും ഏത് ഉന്നതനായാലും CPM നേതൃത്വമായാലും അവരെയൊക്കെ തൂക്കി ജയിലിലിട്ടിട്ട് മാത്രമേ ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ. അതിനേക്കാളും വലിയ തിരിച്ചടി ഈ അയ്യപ്പന്റെ സ്വർണം കെട്ട ഈ സർക്കാരിനെതിരായി വലിയ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഞങ്ങൾ അധികാരത്തിലേറിയാൽ ആദ്യം ഈ പെരുങ്കള്ളന്മാരെ, ഈ സഖാക്കളാണ് കള്ളന്മാരെന്ന് ഞങ്ങൾ ആ പാട്ടിൽ പറഞ്ഞതുപോലെ ഈ കള്ളന്മാരെ എല്ലാത്തിനും തൂക്കുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അയ്യപ്പന്റെ മുതൽ എവിടെയുണ്ടെങ്കിലും ആ കട്ട വരെ പൊക്കിയിരിക്കുമെന്നുള്ളത് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്ല, സോണിയാഗാന്ധിയുടെ ഇടവുമുല നിൽക്കുന്ന പോറ്റിയും ഗോവർദ്ധനും അല്ല, പിന്നെ ആരാ കള്ളന്മാർ? കള്ളന്മാർ ഇനി പൊക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആർക്ക് വേണ്ടിയാ കോൺഗ്രസ് വാദിക്കുന്നത്? കള്ളന്മാര് വാസു. ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്ക്. ഞാൻ പറയട്ടെ എന്റെ സമയത്ത് ഇടപെടരുത്. എന്റെ സമയത്ത് എന്നാ പിന്നെ എന്റെ സമയത്ത് ഇടപെടരുത്. അപ്പോ ഇന്ന് ചർച്ചയിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് നന്ദി പറയാണ്. അനാവശ്യം സോണിയാഗാന്ധിന്റെ വീട്ടിലാന്ന് പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റും. കള്ളന്മാര് ജയിലിൽ കിടക്കുന്ന സഖാക്കള് എന്നിട്ട് സോണിയാഗാന്ധിയുടെ പേര് പറയലാണ്. എന്തുണ്ടാണോ താൻ പറയുന്നത്? എന്തുണ്ടാ പറയുന്നത്? പറയുന്ന ആൾക്ക് മനസ്സിലാവണ്ടേ? ഞാൻ ഹാഷ്മിയോട് അപേക്ഷിച്ചതാണ് ആ അടൂർ പ്രകാശിനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ മറ്റേ ആന്റോ ആന്റണിയെ കൊണ്ടുപോവാം. അവർക്കാണ് ഈ കള്ളന്മാരെ കുറിച്ച് ഏറ്റവും അടുത്ത പൂരം. ഈ 2 കള്ളന്മാരെയും വിശുദ്ധരാന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ ആ അന്തഃപുരത്തിനകത്ത് കയറ്റിയവരെ കൊണ്ടുപോവാ, അവരോട് ചർച്ചയ്ക്കിരിക്കാം. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇന്നും പറയുകയാണ്. അങ്ങനെ ഒരു ഗുണം കിട്ടുന്നതാണ്. ഈ കള്ളന്മാരുടെ എല്ലാ കാര്യവും അറിയാവുന്നവർ അവർ 2 പേരും പറയട്ടെ. അല്ലല്ല, ആഷ്മിയോടാണോ പറയേണ്ടത്? അനിൽകുമാറെ അവരെ അറസ്റ്റ് ചെയ്യാൻ ആന്റണിയെയും ഈ പറയുന്ന ആഷ്മിയുടെ കയ്യിൽ 24-നാണോ? അപ്പം നിങ്ങളെല്ലാവരുടെ ഒരു കൂട്ടുകച്ചവടം ആയതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് എന്തെല്ലാം ഇടപെടാം അല്ലേ? അത് നിങ്ങളുടെ കൂട്ടുകച്ചവടം നല്ലതാണ് കേട്ടോ. ഹാഷ്മിയോട് ഞാൻ പറയുകയാണ്, ഇത്തരം കൂട്ടുകച്ചവടം ഇന്നത്തെ രാത്രി കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അകത്ത് കിടക്കുന്ന കള്ളന്മാരല്ല, ഭണ്ഡാരി കള്ളനല്ല, അതുപോലെ തന്നെ പോറ്റി കള്ളനല്ല, പിന്നെ മറ്റേ ഗോവർദ്ധൻ കള്ളനല്ല, അവരെല്ലാം സോണിയാഗാന്ധിയുടെ ആളുകളാണ്. പിന്നെ ആരാ കള്ളന്മാര്? ഞങ്ങൾ അധികാരത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജയിലിൽ കിടക്കുന്ന പത്മകുമാറും വാസു ആരാണ്? കള്ളന്മാരല്ലേ? നിങ്ങൾ എന്താ അതുകുറിച്ച് പറയാ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ അവസാന സമയം വെറുതെ വെള്ളത്തിൽ പോത്തേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടുകൊണ്ടിരുന്ന അവസാന സമയം വെറുതെ വെള്ളത്തിൽ പോത്തേ ഉള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല ആഷ്മി. നേരത്തെയൊക്കെ ഇയാൾ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. കള്ളന്മാരല്ലെന്ന് ആരുടെ പേരില്ല? ശരി വിട്ടേക്ക്. നമ്മുടെ സമയം എന്തായാലും കഴിയാണ്. ശരി നമ്മുടെ സമയം കഴിയണം. എന്തായാലും ഇതിൽ വൃദ്ധത്തിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം ശബരിമല സ്വർണ്ണമാണെന്ന് SIT എവിടെയും പറയുന്നില്ല. പ്രത്യേകിച്ച് SIT പറഞ്ഞ് ഇനി സ്വർണ്ണം കണ്ടെത്തണമെന്നാണ്. SITക്ക് ഇതുവരെ സ്വർണ്ണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വൃദ്ധത്തിൽ സ്വർണ്ണം കിട്ടി, അന്വേഷണം തീരാം എന്നുള്ള നറേറ്റീവ് ആരും വിശ്വസിക്കരുത് ദയവ് ചെയ്ത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി ശാന്തരാത്രി തിരുരാത്രി കാണാം. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.